സൈക്കിൾ സവാരിക്കാരി അവസാന ഭാഗം. പക്ഷേ അപ്പോഴേക്കും ഹോംസിൻ്റെ തോക്കിൻ കുഴൽ അയാളുടെ നേരെ നീണ്ടു കഴിഞ്ഞിരുന്നു. ഇനി മതി, എൻ്റെ സ്നേഹിതൻ അക്ഷോഭ്യനായി. എന്നാൽ ദൃഢസ്വരത്തിൽ പറഞ്ഞു, കൈത്തോക്ക് താഴെയിടൂ. വാട്സൺ അതെടുത്ത് അയാളുടെ തലയ്ക്ക് നേരെ ചൂണ്ടിപ്പിടിക്കൂ. ശരി, നന്ദി കാറുതേഴ്സ്. ഇനി നിങ്ങളുടെ കൈത്തോക്ക് ഇങ്ങോട്ട് തന്നേക്കൂ. ഇനി അതിക്രമങ്ങൾ ഒന്നും വേണ്ട. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. എൻ്റെ പേര് ഷെർലക് ഹോംസ് എന്നാണ്. ഷെർലക് ഹോംസ്? എൻ്റെ ഈശ്വര, നിങ്ങൾ എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? ശരി, പോലീസ് സ്ഥലത്തെത്തിച്ചേരുന്നതുവരെ ഞാൻ അവരുടെ പ്രതിനിധിയായിരിക്കും. ഹേയ്, നിങ്ങളിവിടെ വരണം. ഭയന്ന് മരത്തിനിടയിൽ മറഞ്ഞു നിന്നിരുന്ന കുതിരക്കാരനെ നോക്കിക്കൊണ്ട് ഹോംസ് ആജ്ഞാപിച്ചു. നിങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ ഈ കുറിപ്പ് ഫാൺഹാമിൽ എത്തിക്കണം. ഹോംസ് തൻ്റെ നോട്ട് ബുക്കിൽ എന്തോ കുറിച്ച് ആ പേജ് കീറി അയാളെ ഏൽപ്പിച്ചു. ഇത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ മതി. മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അവിടെ നിന്ന് ആൾ വരുന്നതുവരെ എനിക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ വെക്കേണ്ടതുണ്ട്. ഹോംസിൻ്റെ പ്രൗഢഗംഭീരമായ വ്യക്തിത്വം രംഗം കീഴടക്കി കഴിഞ്ഞിരുന്നു. അവിടെ സന്നിഹിതരായിരുന്ന മറ്റെല്ലാവരും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെറും പാവകളായി മാറി. വില്യംസണ്ണും കാറുതേഴ്സും ചേർന്ന് മുറിവേറ്റ വുഡ്ലെയെ താങ്ങിയെടുത്ത് വീട്ടിലേക്ക് മാറ്റി. ഞാൻ പരിഭ്രാന്തയായ യുവതിയെ സഹായിച്ചു. വുഡ്ലെയെ കിടക്കയിൽ കിടത്തിയ ശേഷം ഹോംസിൻ്റെ ആവശ്യമനുസരിച്ച് ഞാൻ അയാളെ പരിശോധിച്ചു. പരിശോധനയ്ക്ക് ശേഷം ഞാൻ ഹോംസിൻ്റെ സമീപത്ത് ചെന്നു. അദ്ദേഹം തൻ്റെ 2 തടവുകാരുമൊത്ത് ആ കെട്ടിടത്തിലെ പഴകിയ ഊൺമുറിയിൽ ഇരിക്കുകയായിരുന്നു. അയാൾ രക്ഷപ്പെടും, ഞാൻ പറഞ്ഞു. എന്ത്? കാറുതേഴ്സ് തൻ്റെ കസേരയിൽ നിന്ന് ചാടി എണീറ്റുകൊണ്ട് അട്ടഹസിച്ചു. ഞാൻ ഇപ്പോൾ തന്നെ അവൻ്റെ കഥ കഴിക്കും. അവൻ ഇനിയും ജീവിക്കുകയോ മാലാഖയെപ്പോലുള്ള ആ യുവതി ജീവിതകാലം മുഴുവൻ ആ പരമദുഷ്ടൻ്റെ കൂടെ കഴിയേണ്ടി വരുമെന്നോ ഇല്ല. ഞാൻ അതിന് സമ്മതിക്കുകയില്ല. നിങ്ങൾ അതേക്കുറിച്ച് തല പുണ്ണാക്കേണ്ട, ഹോംസ് പറഞ്ഞു. ആ യുവതി ഒരു സാഹചര്യത്തിലും വുഡ്ലെയുടെ ഭാര്യയായി തീരില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, വിവാഹം നടത്തിക്കൊടുക്കാൻ വില്യംസണ് അവകാശമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ പാതിരിയായി വാഴിക്കപ്പെട്ടിട്ടുണ്ട്, കിളവൻ അമറി. പക്ഷേ നിങ്ങളുടെ കുപ്പായം അഴിക്കാനും ഉത്തരവുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പാതിരിയായി തീർന്ന ആൾ എന്നും പാതിരിയായിരിക്കും. അങ്ങനെയുണ്ടെന്ന് തോന്നുന്നില്ല. വിവാഹ ലൈസൻസിൻ്റെ കാര്യമോ? ഞങ്ങൾ ലൈസൻസ് വാങ്ങിയിട്ടുണ്ട്. ഇതാ എൻ്റെ പോക്കറ്റിലുണ്ടത്. എങ്കിൽ നിങ്ങൾ എന്തോ കള്ളപ്പണി ചെയ്ത് കൈവശമാക്കിയതാണത്. ഏതായാലും യുവതിയുടെ സമ്മതം കൂടാതെ നിർബന്ധപൂർവം നടത്തിയ ഈ വിവാഹത്തിന് യാതൊരു നിയമ സാധ്യതയുമില്ല. മാത്രമല്ല, അത് അത്യന്തം ഗുരുതരമായ കുറ്റകൃത്യവുമാണ്. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് വിശദമായി ആലോചിക്കാൻ ചുരുങ്ങിയത് 10 വർഷത്തെ സാവകാശമെങ്കിലും ലഭിക്കും എന്നതാണെൻ്റെ പ്രതീക്ഷ. കാറുതേഴ്സ്, നിങ്ങൾ ആ കൈത്തോക്ക് പുറത്തെടുക്കാതിരിക്കുന്നതായിരുന്നു ഉചിതം. എനിക്കും അങ്ങനെ തോന്നായികയില്ല, മിസ്റ്റർ ഹോംസ്. പക്ഷേ ആ യുവതിയെ രക്ഷിക്കുന്നതിനു വേണ്ടി ഞാനെടുത്ത മുൻകരുതലുകളെല്ലാം നിഷ്ഫലമായെന്നറിഞ്ഞപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. ഞാൻ അവളെ അത്രമാത്രം സ്നേഹിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായി സ്നേഹമെന്നാൽ എന്താണെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോഴാണ്. അവൾ തെക്കേ ആഫ്രിക്കയിലെ ഏറ്റവും ഭീകരനായ റൗഡിയുടെ കീഴിൽ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടി വരുന്ന കാര്യമോർത്തപ്പോൾ ഞാനൊരു ഭ്രാന്തനായി മാറി. മിസ്റ്റർ ഹോംസ്, താങ്കൾക്കറിയാമോ, അവൾ എൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഈ വീടിൻ്റെ സമീപത്തുകൂടി ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ഞാൻ ഒരിക്കലും അവസരം കൊടുത്തിരുന്നില്ല. ഈ ദ്രോഹികൾ ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അവൾ ഇതുവഴി സഞ്ചരിക്കുമ്പോഴെല്ലാം ഞാനും സൈക്കിളിൽ അവളെ പിന്തുടരുമായിരുന്നു. അവൾക്ക് അപകടമൊന്നും സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുമായിരുന്നു. പക്ഷേ ഞാൻ എല്ലായ്പ്പോഴും അവളിൽ നിന്ന് അല്പം അകന്നാണ് സഞ്ചരിച്ചിരുന്നത്. എന്നെ തിരിച്ചറിയാതിരിക്കാൻ കൃത്രിമ താടിയും ധരിക്കുമായിരുന്നു. ഞാൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ പിന്നീട് ജോലിക്ക് വരാതിരുന്നെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ വഴിയിൽ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് താങ്കൾ അവൾക്ക് മുന്നറിയിപ്പ് നൽകാതിരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവൾ എന്നെ വിട്ടുപോകുമായിരുന്നു. അത് എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല.
അവൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അവളുടെ മനോഹര രൂപത്തിൻ്റെയും മധുര ശബ്ദത്തിൻ്റെയും സാന്നിധ്യം എനിക്ക് ആഹ്ലാദം അരുളിയിരുന്നു. അത് ശരി, ഞാൻ പറഞ്ഞു. ഇതിന് നിങ്ങൾ പറയുന്ന പേര് സ്നേഹം എന്നാണോ മിസ്റ്റർ കാറുദേഴ്സ്? ഞാൻ ഇതിന് പറയുന്ന പേര് സ്വാർത്ഥത എന്നാണ്. ഒരുപക്ഷെ ഇത് രണ്ടും ഒന്നു തന്നെയാവാം. ഏതായാലും അവളെ വേർപിരിയാൻ എനിക്ക് സാധ്യമായിരുന്നില്ല. മാത്രമല്ല, ഈ പ്രശ്നങ്ങൾക്കിടയിൽ അവളെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാവുന്നത് നല്ലതാണെന്ന് എനിക്കും തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കമ്പി വന്നത്. അതോടെ അവർ എന്തെങ്കിലും നീക്കങ്ങൾ നടത്താതിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായി. ഏത് കമ്പിയുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? കാറുദേഴ്സ് പോക്കറ്റിൽ നിന്ന് ഒരു കമ്പി സന്ദേശം പുറത്തെടുത്തു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: വൃദ്ധൻ മരണമടഞ്ഞിരിക്കുന്നു. ഓഹോ, ഹോംസ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അല്ലേ? ഈ കമ്പി സന്ദേശം എങ്ങനെയാണ് പ്രശ്നമുണ്ടാക്കുക എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഏതായാലും നിങ്ങൾ പറഞ്ഞു വന്നത് തുടരൂ. ഈ ഘട്ടത്തിൽ പാതിരിക്കുപ്പായക്കാരൻ തൻ്റെ സ്വതസിദ്ധമായ ഭാഷയിൽ ചീത്തവിളി ആരംഭിച്ചു. എടോ കാറുദേഴ്സ്, താൻ ഞങ്ങളെ വഷളാക്കാനാണ് ഒരുങ്ങുന്നതെങ്കിൽ സൂക്ഷിച്ചോ. താൻ ജാക്ക് വുഡിലേക്ക് കൊടുത്ത സമ്മാനമില്ലേ, അതുതന്നെ ഞാൻ തനിക്കും തരും. താൻ ആ പെണ്ണിനെക്കുറിച്ച് തോന്നുന്നതൊക്കെ പറഞ്ഞു. അത് തൻ്റെ കാര്യം. പക്ഷേ ഞങ്ങളെ ഈ പോലീസുകാരന് ഒറ്റിക്കൊടുക്കാനാണ് തൻ്റെ ഒരുക്കമെങ്കിൽ അത് മോശമാകും. പറഞ്ഞേക്കാം. തിരുമേനി ഇങ്ങനെ പരിഭ്രാന്തനാകാതെ, ഹോംസ് ഒരു സിഗരറ്റ് തീ പിടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഈ കേസിലെ തെളിവുകളെല്ലാം നിങ്ങൾക്ക് തികച്ചും എതിരാണ്. ഞാൻ എൻ്റെ ചില സംശയങ്ങൾ തീർക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. നിങ്ങൾക്ക് എന്നോട് കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയാണെങ്കിൽ ഞാൻ സംസാരിക്കാം. നിങ്ങൾക്ക് എത്ര നേരം ഈ രഹസ്യം കാത്തുസൂക്ഷിക്കാൻ കഴിയുമെന്ന് അറിയാമല്ലോ. നിങ്ങൾ 3 പേരും വില്യംസണും കാറുദേഴ്സും വുഡ്ലെയും ഒരുമിച്ച് തയ്യാറാക്കിയ പരിപാടിയാണിത്. നിങ്ങൾ 3 പേരും തെക്കേ ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണ്. ശുദ്ധ നുണ, കിളവൻ ചാടിക്കയറി പറഞ്ഞു. ഞാൻ ഇവരെ 2 പേരെയും പരിചയപ്പെട്ടിട്ട് 2 മാസം പോലും ആയില്ല. ഞാൻ തെക്കേ ആഫ്രിക്കയിലായിരുന്നുവത്രേ. ജീവിതത്തിൽ ഇതുവരെ തെക്കേ ആഫ്രിക്ക കണ്ടിട്ട് പോലുമില്ല. നിങ്ങളുടെ വിജ്ഞാനം ഗംഭീരം തന്നെ. അയാൾ പറയുന്നത് ശരിയാണ്. കാറുദേഴ്സ് നിശബ്ദത ഭജിച്ചു. ശരി, നിങ്ങൾ 2 പേരാണ് തെക്കേ ആഫ്രിക്കയിൽ നിന്നും വന്നവർ. തിരുമനസ് ശുദ്ധ നാടൻ ഉരുപ്പടി തന്നെ. നിങ്ങൾ ആഫ്രിക്കയിൽ വെച്ച് റാൾഫ് സ്മിത്തിനെ പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹം ഏറെ നാൾ ജീവിക്കില്ലെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. സ്മിത്തിൻ്റെ കാലശേഷം സ്വത്തിൻ്റെയെല്ലാം അവകാശം അദ്ദേഹത്തിൻ്റെ മരുമകളിൽ വന്നു ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി. എന്താ, അങ്ങനെയല്ലേ? കാറുദേഴ്സ് തലയാട്ടി. വില്യംസണും സമ്മതഭാവം പ്രകടിപ്പിച്ചു. സ്മിത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഈ യുവതി. അദ്ദേഹം വിൽപ്പത്രമൊന്നും തയ്യാറാക്കാൻ ഇടയില്ലെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. ശരിയാണ് സാർ. അയാൾക്ക് എഴുത്തും വായനയും ഒന്നും വശമുണ്ടായിരുന്നില്ല. അങ്ങനെ നിങ്ങൾ ഈ നാട്ടിലെത്തി യുവതിയെ അന്വേഷിച്ചു പിടിച്ചു. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അവളെ വിവാഹം കഴിക്കുമെന്നും അങ്ങനെ സ്വത്തിനുള്ള അവകാശം നേടിയെടുത്ത ശേഷം മറ്റ് 2 പേർക്കും അതിൻ്റെ ഓഹരി നൽകുമെന്നുമായിരുന്നു പരിപാടി. ഏതോ പ്രത്യേക കാരണത്താൽ യുവതിയെ വിവാഹം കഴിക്കാനുള്ള ചുമതല വുഡ്ലെയിലാണ് അർപ്പിക്കപ്പെട്ടത്. എന്തായിരുന്നു അതിന് കാരണം? കപ്പലിൽ വെച്ച് ഞങ്ങൾ അവളുടെ പേരിൽ ബെറ്റ് വെച്ച് ചീട്ട് കളിച്ചു. വുഡ്ലെയാണ് കളിയിൽ ജയിച്ചത്. ഓഹോ, അത് ശരി. അങ്ങനെയാണ് നിങ്ങൾ ഈ യുവതിയെ വീട്ടിൽ ജോലിക്ക് നിശ്ചയിച്ചതും വുഡ്ലെ അവളെ പിന്തുടരാൻ ആരംഭിച്ചതും അല്ലേ? അവൾക്ക് തുടക്കത്തിൽ തന്നെ വുഡ്ലെയുടെ തനി സ്വരൂപം പിടികിട്ടുകയും അയാളുമായി യാതൊരു ബന്ധത്തിനും താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതിനിടയിൽ നിങ്ങൾക്ക് യുവതിയോട് പ്രേമം തോന്നി. അതുകൊണ്ട് പരിപാടികളെല്ലാം തകിടം മറിഞ്ഞു. ദുഷ്ടൻ വുഡ്ലെ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഓർക്കാൻ പോലും വയ്യാതായി. അതെ സാർ, എനിക്കതേപ്പറ്റി ഓർക്കാൻ പോലും കഴിയുന്നില്ല. അതിനുശേഷം നിങ്ങൾ തമ്മിൽ കൊടും വഴക്കായി. അയാൾ നിങ്ങളോടാലോചിക്കാതെ സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. വില്യംസൺ, ഇദ്ദേഹത്തിനോട് ഇനി ഏറെയൊന്നും പറയാനില്ലല്ലോ? കാറുദേഴ്സ് വല്ലാത്ത രീതിയിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ഞങ്ങൾ പരസ്പരം കലഹിച്ചു.
അയാൾ എന്നെ അടിച്ച് നിലം പരിശാക്കി. ഏതായാലും ഇപ്പോൾ ഞാനതിന് പകരം വീട്ടിയിരിക്കുന്നു. പിന്നെ കുറേ കാലത്തേക്ക് അയാളുടെ വിവരമൊന്നുമില്ലാതായി. ആ ഘട്ടത്തിലാണ് അയാൾ ഈ ദ്രോഹിയുമായി കൂട്ടുചേർന്നത്. അവർ രണ്ടുപേരും കൂടി ഈ വീട്ടിൽ താമസമാക്കി. വയലറ്റ് ഇതിലെയാണ് എന്നും സ്റ്റേഷനിലേക്ക് പോകുന്നത് എന്നതായിരുന്നു ഈ സ്ഥലത്തിനോട് അവർക്കുള്ള അഭിനിവേശത്തിന് കാരണം. ഏതായാലും അവർ നീചമായ ഏതോ കാര്യത്തിന് ഒരുമ്പെടുകയാണെന്ന് ഞാൻ മണത്തറിഞ്ഞു. ഞാൻ അവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. 2 ദിവസം മുമ്പ് വുഡ്ലെ ഈ കമ്പി സന്ദേശവുമായി എൻ്റെ വീട്ടിൽ വന്നു. റാൾ സ്മിത്ത് മരിച്ച വിവരമാണ് അതിലുണ്ടായിരുന്നത്. ഞാൻ അയാളുടെ വ്യവസ്ഥകളുമായി യോജിക്കാൻ തയ്യാറാണോ എന്നയാൾ അന്വേഷിച്ചു. ഞാൻ അതിന് തയ്യാറല്ലെന്ന് തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ യുവതിയെ വിവാഹം കഴിച്ച് ഓഹരിയുടെ പകുതി അയാൾക്ക് കൊടുക്കാനൊരുക്കമാണോ എന്നായി അയാൾ. എനിക്കതിന് പൂർണ്ണ സമ്മതമായിരുന്നു. പക്ഷേ വയലറ്റ് എന്നെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഈ വിവരം ഞാൻ അയാളോട് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞത് ഇപ്രകാരമാണ്: നമുക്ക് ആദ്യം അവളെ വിവാഹം കഴിക്കാം. വിവാഹത്തിന് ശേഷം ഒരുപക്ഷെ അവളുടെ കാര്യങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കിടപ്പ് മനസ്സിലായേക്കും. പക്ഷേ ഇത് സംബന്ധിച്ച് അക്രമ പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാൻ ഞാൻ തയ്യാറല്ലെന്ന് അയാളെ അറിയിച്ചു. അത് അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അയാൾ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് സ്ഥലം വിട്ടു. അവളെ സ്വന്തമാക്കുമെന്ന് അയാൾ ആണയിട്ട് പറഞ്ഞു. ഈ ആഴ്ചയുടെ അവസാനത്തിൽ എൻ്റെ വീട്ടിലെ ജോലി അവസാനിപ്പിച്ചു പോകാൻ വയലറ്റ് തീരുമാനിച്ചു. അവളെ സ്റ്റേഷനിലെത്തിക്കാൻ ഞാനൊരു കുതിരവണ്ടി ഏർപ്പാട് ചെയ്തു. എന്നിട്ടും സമാധാനമാവാത്തതുകൊണ്ട് ഞാൻ സൈക്കിളിൽ അവളെ അനുഗമിച്ചു. അവൾ കയറിയ കുതിരവണ്ടി പുറപ്പെട്ട് അല്പം കഴിഞ്ഞാണ് ഞാൻ അതിനു പുറകെ പോയത്. ഞാൻ എത്തുന്നതിന് മുമ്പ് സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടി കുതിരവണ്ടിയിൽ സഞ്ചരിക്കുന്നത് കണ്ടപ്പോഴാണ് അപകടം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. ഹോംസ് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. സിഗരറ്റിൻ്റെ കുറ്റി അപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇക്കാര്യത്തിൽ ഞാനൊരു മന്ദബുദ്ധിയെപ്പോലെയാണ് പെരുമാറിയത്. വാട്സൺ, താങ്കൾ ആദ്യം ഇവിടം സന്ദർശിച്ചതിനു ശേഷം തന്ന റിപ്പോർട്ടിൽ നിന്ന് തന്നെ എനിക്കെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയേണ്ടതായിരുന്നു. ഏതായാലും ഈ വിചിത്രമായ കേസ് ഈ വിധത്തിലുള്ള പരിസമാപ്തിയിലെത്തിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. 3 പോലീസുകാർ അതിലെ വരുന്നുണ്ട്. പാവം കുതിരക്കാരൻ പയ്യൻ അവരോടൊപ്പം ഓടിയെത്തുന്നുമുണ്ട്. അവന് കാര്യമായ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് ആശ്വാസകരം തന്നെ. നമ്മുടെ മാന്യനായ വരന് രാവിലത്തെ വിക്രിയയിൽ മാരകമായ അപകടമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ വാട്സൺ. താങ്കൾ ഡോക്ടർ എന്ന നിലയിൽ ഈ യുവതിയുടെ കാര്യങ്ങൾ അല്പനേരത്തേക്ക് കൂടി ശ്രദ്ധിക്കണം. അവളുടെ ക്ഷീണമെല്ലാം മാറിയെങ്കിൽ അവരെ അമ്മയുടെ വീട് വരെ നമുക്ക് അനുഗമിക്കാം. അവർക്ക് ഇനിയും പൂർണ്ണ സുഖമായില്ലെങ്കിൽ ആ ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് കമ്പിയടിക്കാം. അത് അല്പം ആശ്വാസം നൽകാതിരിക്കില്ല. കാറുതേഴ്സ്, ഈ നീചപ്രവൃത്തിയിൽ നിങ്ങൾ വഹിച്ചിട്ടുള്ള പങ്കിന് വേണ്ടത്ര പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കേസിൻ്റെ സമയത്ത് ഞാൻ നൽകുന്ന തെളിവ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെങ്കിൽ അത് നൽകുവാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. അവസാന വിശദാംശങ്ങൾ നൽകി വിവരണങ്ങൾക്ക് പൂർണ്ണത കൈവരുത്തുവാൻ പ്രവർത്തന തിരക്കിനിടയിൽ എനിക്ക് കഴിയാറില്ല എന്നു വരികിലും ഈ കേസിനെ സംബന്ധിച്ച എല്ലാ രേഖകളുടെ ഒടുവിൽ ഒരു കുറിപ്പ് കാണുന്നുണ്ട്. മിസ് വയലറ്റ് സ്മിത്ത് ആ വമ്പിച്ച സ്വത്തിൻ്റെ അവകാശിയായി തീർന്നു. അവരുടെ ഭർത്താവ് സിറിൽ മോട്ടർ പ്രമുഖ ഇലക്ട്രിക്കൽ സ്ഥാപനമായ മോട്ടർ ആൻഡ് കെന്നഡിയുടെ സീനിയർ പാർട്ട്ണറാണ്. വില്യംസണിന് 7 കൊല്ലത്തെയും വുഡ്ലേക്ക് 10 വർഷത്തെയും തടവ് ശിക്ഷ ലഭിച്ചു. കാറുതേഴ്സിൻ്റെ ഗതി എന്തായി എന്ന് ഈ രേഖയിലൊന്നും പറഞ്ഞു കാണുന്നില്ല. അവസാനിച്ചു.